22-ന്റെ 39 വരെയുള്ളത് ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ. ഓർക്കെ പറഞ്ഞു. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പോയി. ശിഷ്യന്മാരവനെ അനുഗമിച്ചു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കാൻ ചിലരിൽ നിന്ന് വേർപാട് പാലിക്കേണ്ടി വരും. കർത്താവിന് പോലും ശിഷ്യന്മാരുടെ കൂടെ പ്രാർത്ഥിക്കാൻ അവർ ഉറക്കം തൂങ്ങികളായിപ്പോയി. അപ്പം നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവമേ ഞാൻ മുഖാന്തരം ഈ പള്ളി വരുന്ന ആൾക്ക് പ്രാർത്ഥന മുടക്കല്ലേ എന്ന് പറയുക. നമ്മുടെ സാന്നിധ്യം വേറെ ആൾക്ക് പ്രാർത്ഥന മുടക്കമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് വേണം. കർത്താവേ, ഞാൻ പള്ളിയിൽ പോവുക, എനിക്ക് പ്രാർത്ഥിക്കണം, എൻ്റെ സാന്നിധ്യം വേറെ ആൾക്ക് പ്രാർത്ഥന ബ്ലോക്കാകരുത്, എന്നെ കാക്കണം എന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ പറ്റുന്നില്ലേ പ്രാർത്ഥിക്കുന്നിടത്തേക്ക് മാറിപ്പോകേണ്ടി വരും. കർത്താവ് അവിടെ ഇതാ ശിഷ്യന്മാർ 3 പേരെ കുറിച്ച് ചില പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അനുസരിച്ച് അവരുടെ കൂടെ പോയി പ്രാർത്ഥിച്ചു. പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ കർത്താവ് അവരെ വിട്ടിട്ട് ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു. 41-ാം വാക്യം എന്നാ പറയുന്നു? അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അത് എത്രാം അധ്യായത്തിന്റെ എത്രാം വാക്യമാണ്? ലൂക്കോസ് 22-ന്റെ 43. അപ്പൊ അങ്ങനെ ഒരു അനുഭവമുണ്ട്. എല്ലാവരും നമ്മളെ കൈവിട്ടിട്ട് ആരും നമ്മുടെ കൂടെ ഇല്ലാതെ പ്രതീക്ഷിച്ചവരിൽ നിന്നും അകന്നു മാറി. അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ വീട്ടിലുള്ളത് നല്ലതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്നാൽ അവരെ വിട്ടിട്ട് അവരെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം കൂടെ വീട്ടിലുള്ളത് നല്ലതാണ്. പറ്റുമോ? കർത്താവിന് എല്ലായിടത്തും റേഞ്ച് കിട്ടിയില്ല. കർത്താവിൻ്റെ കാര്യം അങ്ങനെയാണ് നമ്മുടെ കാര്യം. മൊബൈൽ ഫോണിൻ്റെ ഭാഷയാണ്. മൊബൈൽ ഫോൺ എല്ലായിടത്തും കിട്ടുകയില്ല. റേഞ്ച് ഇല്ലാത്തത് നിന്ന് വിളിക്കാൻ ഒക്കുകയില്ല. അങ്ങോട്ട് മാറി നിൽക്കണം. റേഞ്ച് മുടക്കുകൾ ആത്മീയ മണ്ഡലത്തിലുണ്ട്. അവ എവിടെ വേണേലും പ്രത്യക്ഷപ്പെടാം. വലിയ മല പോലെയുള്ള പിശാചുക്കൾ ഒന്ന് കയറി നിന്നാൽ റേഞ്ച് മുടക്കുക. പിന്നെ അവനെ അവിടെ ഇട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഈ സങ്കേത ഭവനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കുരിശിന്റെ ചുവട്ടിൽ മാറി എന്ന് പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ വചനം നമുക്ക് ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഈ വഴിയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇത് വാങ്ങിച്ച ആ കാലത്ത് മുഴുവൻ കാടും മുള്ളുകളൊക്കെ ആയിരിക്കുന്ന സമയത്ത് എവിടെയോ ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന വഴി പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ് നന്നക്കാട്ടേക്ക് കയറിയോളാൻ. അപ്പം ബൊളോറോ വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. അവിടെ വന്ന് നിന്നു. വണ്ടി നേരെ ഇറങ്ങാനുള്ള വഴിയില്ല. ഇറങ്ങിയാൽ വണ്ടി മുഞ്ഞും കുത്തി തലമുറിഞ്ഞ് വീഴും. പിന്നെ എങ്ങനെയായി ഈ മലയിലോട്ട് പോകുന്നത്? പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയാം, ഈ മലയിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ. രാത്രിയിലാണ് വന്നിരിക്കുന്നത്. എവിടെയോ ദൂരെ വേല കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഇങ്ങോട്ട് കയറിക്കോ. ഇവിടെ വന്നപ്പോൾ വണ്ടി ഇറക്കാൻ വിഷമം. പിന്നെ വണ്ടി റിവേഴ്സ് ചെയ്ത് പുറകോട്ടിറങ്ങുക, വണ്ടി തലകുത്തി വീഴാതിരിക്കാൻ. റിവേഴ്സ് ചെയ്ത് താഴോട്ട് വന്ന് നിരങ്ങി വന്നിട്ട് ഇതിലേ കൂടിയൊക്കെ കയറി അവിടെ ചെന്നാൽ പാറമുടയെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നേരം വിളക്കുന്നവരെ ആ പാറമുടയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ മാത്രം റേഞ്ച് ഉണ്ടായിരുന്നു, വേറെ എങ്ങും റേഞ്ച് ഇല്ലായിരുന്നു. മനസ്സിലായോ? അപ്പം നമുക്ക് എല്ലായിടത്തും റേഞ്ച് കിട്ടുകയില്ല, എവിടെ റേഞ്ച് കിട്ടുകയില്ല. ഈ ചലിക്കുന്ന റേഞ്ച് മുടക്കിയുണ്ട്. മല പോലെയുള്ള പിശാചിനെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന കാലത്ത് ദൈവവിളി അറിഞ്ഞത് ഒരു സ്ഥലത്തെ വേല കഴിഞ്ഞ് 9 മാസം വീട്ടിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന സമയത്ത് മല പോലെയുള്ള കറുത്ത ഭൂതത്തിനെ കണ്ടിട്ടുണ്ട്. സിംഹം അലറുന്ന സിംഹത്തെ കണ്ടിട്ടുണ്ട്. അന്നേരം എല്ലാം പ്രാർത്ഥിച്ച് ജയിച്ചിട്ടാണ് പാലവിള മിഷൻ സെന്ററും ആശ്രമവും ധ്യാനമന്ദിരവും ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടെ ഇത്രയും പേർ പ്രാർത്ഥിക്കാനൊക്കെ അന്തരീക്ഷം ഉണ്ടായത്. ഇവിടെ യക്ഷി പറക്കുന്ന സ്ഥലമായിരുന്നു. അതിനെ ഒരു പ്രാർത്ഥിച്ച് കുഴിയിലാക്കിയതിന് ശേഷമാണ് ഈ സ്ഥലമെല്ലാം ഇങ്ങനെയായി തീർന്നത്. ഇനിയും ഇവിടുന്ന് മാറേണ്ട ചിന്മയുടെ ശക്തികളുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചല്ലേ കുറേശ്ശെയായിട്ടേ മാറുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കുരിശിൻ്റെ പാതയിൽ മുകളിലേക്ക് പോകാൻ ആരോഗ്യമുള്ളവർ വരിക, മനസ്സുള്ളവർ വരിക, വേണ്ടിയവർ വരിക. താഴത്തോട്ടുള്ള കുരിശിൻ്റെ അതിലൂടെ റേഞ്ച് മുടക്കികളോട് പോരാടി യേശു കുരിശെടുത്തുകൊണ്ട് പോയ വഴിയെ യേശു കാൽവറി മലയിൽ പിതാവുമായിട്ട് സംസാരിച്ച് നൂർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥന ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കർത്താവ് പറയും നമുക്ക് ഇന്നോടത്തോട് പോകാമെന്ന് പറയും. അവിടെയോട്ട് പോകാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ മോഡിലേക്കും സ്ഥലത്തേക്കും അവൻ നമ്മളെ കൊണ്ടുപോകും. അപ്പം നമുക്ക് കിട്ടുന്ന മറുപടികൾ
അത് നേരം വെളുക്കുന്നവരെ ആ പാറമടയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ശബ്ദമാണ് യെഹെസ്കേലിന്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ. എവിടെയാ? യഹോവ ശമ്മ എന്ന് നോക്കി. യഹോവ ശമ്മ എന്നുള്ള ശബ്ദമാണ് അവിടെ വെച്ച് കേട്ടത്. യെഹെസ്കേൽ 48 നോക്കി, 48 അവസാനമാണ് നോക്കി. യെഹെസ്കേൽ 48 അവസാന ഭാഗത്ത് ആ പ്രവചനം അവസാനിക്കുമ്പോൾ എങ്ങനെയാ പറയുന്നത്? എത്ര അധ്യായത്തിൽ യഹോവ ശമ്മ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? 48 അതോ 49? എത്ര അധ്യായമുണ്ട്? 49 അവസാനം എത്രാം വാക്യമാണ്? അപ്പൊ 49 SSCL 49 35 വാക്യം. പിന്നെ 49 എന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യം വ്യക്തമായില്ലേ? ഇങ്ങനെ സംശയം ഉണ്ടെന്നുള്ള കാര്യം. 48 49 അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ള മനസ്സിലായില്ല. അതങ്ങ് ക്ലിയർ ആയിക്കോട്ടെ. അപ്പോൾ അതിനെ നമ്മുടെ സംശയങ്ങളും മാറിയിടണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ പിള്ളേരാണെന്നേ, ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സംശയങ്ങൾ തെറ്റിദ്ധാരണയൊക്കെ വരാം. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാർ ക്ലാസ് നിങ്ങൾക്ക് എന്നാ തോന്നുന്നു ആദ്യം ചോദിച്ചത്. അപ്പൊ സ്റ്റുഡൻസിന്റെ അജ്ഞതയും ബലഹീനതയൊക്കെ വെളിപ്പെട്ടിട്ട് ശരിയ കാര്യങ്ങൾ പറയിപ്പിക്കുള്ളൂ. അപ്പോൾ ബൈബിൾ ക്ലാസ് സംബന്ധിക്കുന്നവരുടെ ധാരണ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. നിങ്ങളുടെ ധാരണയൊക്കെ വിളിക്കൊണ്ടിരും. ഇപ്പൊ 49 അധ്യായം ഇല്ലെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ 48 ഉള്ളൂ എന്ന് മനസ്സിലായി. ഇനിയും മറക്കുമോ? ഇല്ല, നമുക്ക് ഇനിയും മറക്കില്ല. അപ്പൊ 48 എത്രാം വാക്യ? അതൊന്നോട് പറഞ്ഞാട്ടെ. യഹോവ ശമ്മ, യഹോവ അവിടെ. അപ്പൊ യഹോവ സങ്കേതഭവനത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇത് ജീസസ് നഗർ വരിക. ഈ ജീസസ് റോഡ്, ജീസസ് നഗർ, സങ്കേത ഭവനം, സങ്കേത പട്ടണം. ഇവിടെ നിറച്ചിനി ആട് വരാൻ പോവുക. ദൈവസാന്നിധ്യം പോകും. റേഞ്ച് തപ്പി തരുമ്പോൾ ഈ പാറമടയിൽ വന്ന് ചെയ്തു എല്ലാവരും. പാറമട ചുട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ എല്ലാം ആ റേഞ്ചുണ്ട്. അപ്പോൾ ഈ ഓരോ കുരിശിനും ചുട്ടിൽ ഓരോ തരം റേഞ്ചുകളുണ്ട്. ദൈവത്തോട് സംസാരിക്കാനും സംസാരം കേൾക്കാനൊക്കെ ചെയ്യാതെ. അങ്ങനെ നമുക്ക് ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ച് ആത്മാവിൽ നിറഞ്ഞ് ബ്ലോക്കുകളെല്ലാം മാറ്റി നമ്മുടെ ഹൃദയം 100% ആരോഗ്യമുള്ളതായി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ 24 മണിക്കൂറും യേശു നമ്മുടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ പിശാച് പോയി അപേക്ഷ കൊടുത്തിട്ട് യേശു ഒന്ന് മാറിക്കളയും. എന്തിനാ? എനിക്ക് അവരെ ഒന്ന് പരീക്ഷിക്കണം, അവരെ എൻ്റെ കൂടെ ഇതിൽ നാൾ നടന്നതായി ഇപ്പം നടക്കുമെന്ന് എനിക്കൊന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടേ പിശാച് വരുള്ളൂ. അപ്പം പരീക്ഷ വന്നാൽ അറിയേണ്ടതെന്ന് എൻ്റെ കർത്താവ് അറിയാതിരിക്കുന്നു സംഭവിക്കുന്നില്ല. പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ കർത്താവ് ജയിച്ചതുപോലെ നമുക്ക് ജയിക്കാൻ സാധിക്കും. ഈ ബോധത്തോടുകൂടെ ഇനി ചില വേദഭാഗങ്ങൾ തരികയാണ് വായിക്കാൻ. എബ്രായ ലേഖനം 13:6 ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് തന്ന സന്ദേശം നിങ്ങൾക്ക് മുമ്പിലായി പങ്കിടുന്നു. 43 കൊല്ലം മുമ്പ് പാറമടയിൽ വെച്ച് കിട്ടിയ സന്ദേശം നിങ്ങളോട് പറഞ്ഞു. അതിന്നും അനേകർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സൗകര്യം ഇല്ലാത്തപ്പോഴാണ് പാറമടയിൽ പോയിരുന്നത്. ഒരു വഴിയും ഇല്ലായിരുന്നു. മുള്ളിൻ്റെ ഇടയ്ക്ക് ഇഴഞ്ഞ് വലിഞ്ഞ് അവിടെ പോയിരുന്നു. അതിന് വലിയ വിലയുണ്ട്. റോമർ 8:35-37 വാക്യത്തിൽ ഈ നോയമ്പിന്റെ കാലയളവിൽ പൗലോസ്ലിഹായ്ക്കുണ്ടായതായ റോമർ 8:35 അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? റോമർ 8:35 വായിക്കാവോ? റോമർ 8:35 എന്ന് പറയുന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആരെ? നഗ്നതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, കഷ്ടതയോ, ആപത്തോ, വാളോ? പിന്നെ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു, നാമോ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കും. നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കും. എത്ര തോറ്റാലും പേടിക്കണ്ട. കർത്താവ് നമ്മൾ തള്ളുകയില്ല. പത്രോസ് എത്ര പ്രാവശ്യം തോറ്റയാവാം, അവസാനം ജയിച്ചിട്ടാണ് ഇപ്പം അനേകം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോറ്റവരാരും നിരാശപ്പെടേണ്ട. കർത്താവ് കൃപായുഗം നീട്ടി നമ്മളെ കൂടെ ജയിപ്പിക്കാനാണ്. 37 വാക്യം എന്താ? റോമർ 8:37 നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കും. അപ്പൊ നമ്മൾ പലരും തോറ്റിരിക്കുകയാണ്. പേടിക്കണ്ട. ജയിച്ചവൻ നമ്മളെ ജയിപ്പിച്ചിട്ട് കൂടെ ഇരുത്താനാണ്. യേശു ക്രിസ്തു മുഖാന്തരം ജയം കിട്ടുന്ന ഇവിടെ എഴുതിയിരിക്കുന്നത് 1 Corinthians 15:57.
1 കൊരിന്ത്യർ 15:57 തോറ്റവരാരും നിരാശപ്പെടേണ്ട, കർത്താവ് ജയിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ പുറകെ നടക്കുക. നമുക്ക് ട്യൂഷൻ തന്നെ നമ്മളെ പഠിപ്പിച്ച് നമ്മൾ ജയിപ്പിക്കും. തോറ്റിട്ട് ജയിച്ച ആളാണ് പത്രോസും പൗലോസും ഒക്കെ. നമുക്കും ജയിക്കാം. എങ്ങനെയാ അവിടെ പറഞ്ഞിരിക്കുന്ന വചനം? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇനി ലൂക്കോസ് 12:4-5 വാക്യം വേറെ ഇണവാക്യമാണ്. ആ ഇണവാക്യത്തിൽ എന്ത് പ്രത്യാശയാണ് നമുക്ക് തരുന്നത്? ലൂക്കോസ് 12:4-5 വാക്യം. അപ്പൊ വേറെ ആരെയും പേടിക്കണ്ട, പിന്നെ ആരെയും ഭയപ്പെടണ്ട. ആ പിതാവിനെ മാത്രം പേടിച്ചാൽ മതി. ആ പിതാവിനെ ഭക്തിയോടുകൂടെ ബഹുമാനത്തോടെ പേടിച്ചാൽ അതാ ഭക്തി ദോഷത്തെ വെറുക്കുന്നതും നന്മയെ സ്നേഹിക്കുന്നതുമായി ഭക്തിയും ബുദ്ധിയും വർദ്ധിപ്പിച്ച് നമ്മൾ ദൈവത്തിന് സ്വന്തമായി തീരുമെന്ന് പറയും. മത്തായിയുടെ സുവിശേഷം 5:10-12 വാക്യം എന്താ പറയുന്നത്? ഇന്ന് വായിച്ച വേദഭാഗത്തോടെ അടുത്ത് കിടക്കുന്നതാണത്. മത്തായി 5:10-12 വാക്യം. മത്തായിയുടെ സുവിശേഷം 5:10-12 വരെയുള്ള ഭാഗം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ആ ഭാഗ്യത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം പിശാച് ഭരിക്കുന്ന ലോകത്തിൽ കർത്താവ് നമ്മളായിട്ടിരിക്കും. കത്തിച്ച് കളയാനിട്ടിരിക്കുന്ന പിശാചിനെ എന്നെ രാജാവാക്കി വെച്ചിരിക്കുന്നു. അവൻ പഴപ്പിച്ച മാലാഖമാർ അവൻ്റെ പിശാചുക്കളായിട്ട് കൂടെയുണ്ട്. ജഡീകരും പ്രാകൃതരുമായ ദുഷ്ടമനുഷ്യർ ഈ ഭൂമിയിൽ നിറയുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ കിടക്കുന്നത്. അവർ നമ്മളെ പലതരത്തിൽ ഞെരുക്കും, ദണ്ഡിപ്പിക്കും, പീഡിപ്പിക്കും. അതെല്ലാം ദൈവാനുവദിച്ചിട്ടാണ്. അതെല്ലാം ഭാഗ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗ്യാവസ്ഥയിൽ നമ്മൾ സൽഗുണപൂർണരാകുന്നുണ്ടോ? സൽഗുണപൂർണരാകാനുള്ള ഈ ദൈവരാജ്യ കോളേജിലെ ലാബറട്ടറിയിലുള്ള സാധനങ്ങളായതുപോലെ പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ സൽഗുണപൂർണരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ ലോകവും പോകും, ഈ ലോകത്തുള്ള ഇവരെല്ലാം പോകും. ഇതെല്ലാം കത്താനിരിക്കുന്നതാണ്. മുഴുവനെയും കത്തിക്കുന്നതിന് മുമ്പ് നമ്മളെ സൽഗുണപൂർണരാക്കിയിട്ടേ കത്തിക്കുകയുള്ളൂ. കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിപ്പിക്കുന്ന കോളേജിൽ എന്തുമാത്രം ചെലവുണ്ടെന്നറിയാം ഈ ലാബറട്ടറി നടത്താൻ. എന്താ ലാബറട്ടറി കെമിസ്ട്രി പഠിക്കുന്നവർക്ക് പ്രാക്ടിക്കൽ പാസ്സാകണമെങ്കിൽ ഒത്തിരി ആസിഡ് കത്തിച്ച് കളയണം. ഒത്തിരി സാധനങ്ങൾ പരീക്ഷണം നടത്തി കളയാനുണ്ടായിരുന്ന പൈസ അടച്ചിട്ട് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് MScയും BScയും ഒക്കെ പാസ്സായ ഒരാൾ വലിയ പ്രൊഫസർമാരായിത്തീരുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സൽഗുണപൂർണരായ പിതാവിൻ്റെ മക്കളാണ്, കൊച്ചുമക്കളാണ് നമ്മളെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ പിശാചിനെയും ദുഷ്ടന്മാരെയും അത്യാഗ്രഹികളെയും എല്ലാവരും ഇട്ടിരിക്കുന്നത്. അവർ കത്താനുള്ളവരാ, പോകാനുള്ളവരാ. അതിനു മുമ്പേ നമ്മൾക്ക് ട്രെയിനിങ് തന്നിട്ട് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ഇതിനെല്ലാം ഉപയോഗമുണ്ട്. ഇതെല്ലാം നമ്മൾ പാസ്സായിട്ടേ കർത്താവ് കളയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ കൂടെ പോകാതിരിക്കണമെന്ന് നമ്മൾ ടെസ്റ്റ് പാസ്സായിക്കണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോസ്തല പ്രവൃത്തി 20:24 എന്താ പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 20:24 ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഒരു സത്യം നമുക്ക് പ്രത്യാശയ്ക്ക് പോകാൻ നൽകട്ടെ. അപ്പോസ്തല പ്രവൃത്തി ആക്സ് 20:24 എന്ന് പറയുന്നത്, എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, കർത്താവ് യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. ഓട്ടം ഓടണം, വേല തയ്ക്കണം, പോരാടണം. ഈ ഉൾക്കാഴ്ച പൗലോസിന്റെ ആ ഉൾക്കാഴ്ച നമുക്കുണ്ടോ? നമ്മൾ ഈ ലോകത്തിലാക്കിയിരിക്കുന്ന കർത്താവ് ജയിച്ച വിഷയത്തിലൊക്കെ നമ്മളെ ജയിപ്പിക്കണം, പിശാചിനെ തോൽപ്പിക്കണം, അതിന്റെ വചനം പ്രയോഗിക്കണം, ആരാധിക്കണം എന്നുള്ള കാര്യം. സങ്കീർത്തനം 119:46 കൂടെ വായിച്ചുകൊണ്ട് ഇണവാക്യങ്ങളുടെ ഈ ചെങ്ങല ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. 119 സങ്കീർത്തനത്തിന്റെ 46 വാക്യം എന്ന് പറയുന്നത്. 119 സങ്കീർത്തനത്തിന്റെ 46 വാക്യം. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. അത് പെന്തിക്കോസ് കഴിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് വരാൻ പോകുന്ന പെന്തിക്കോസിയിൽ നമ്മൾ കർത്താവിന്റെ സാക്ഷികളാകാൻ വേണ്ടി അവൻ നമ്മളെ കള്ളക്കേസിന് പിടിപ്പിച്ചിരിക്കുമ്പോൾ കോടതി സാക്ഷ്യം പറഞ്ഞോണം, പോലീസ് സ്റ്റേഷൻ ചിലപ്പോൾ പോകേണ്ടി വരും, അവിടെ സാക്ഷ്യം പറയാം. പൗലൂസിനെ എവിടെയെല്ലാം കൊണ്ടുപോയി അവിടെ എല്ലാം ഗവൺമെന്റ് ജയിലിൽ സാക്ഷ്യം പറഞ്ഞു. അവസാനം തല പോയപ്പോൾ തലയും സാക്ഷ്യം പറഞ്ഞു, രക്തവും സാക്ഷ്യം പറയുന്നു, അസ്ഥി ഇപ്പോൾ സാക്ഷ്യം പറയുന്നു. നമ്മളും അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശിന്റെ വാതിൽ തന്നെ പോകാം. അത് ആഗ്രഹിക്കുന്നൊക്കെ എഴുന്നേൽക്കാം.
അവർക്ക് വേണ്ടി ഇപ്പോൾ കുരിശിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ 3-ാം മണിയുടെയും ഉച്ചയുടെയും നമസ്കാരം നടത്തി 40 കുമ്പിട്ടിട്ട് കുരിശിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. സമയമുള്ളവർക്ക് നിൽക്കാൻ, പോകേണ്ടവർക്ക് പോകാം. എഴുന്നേൽക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പുസ്തകമുള്ളവർക്ക് എടുക്കാം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാത്യു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 48 വരെ. വിശുദ്ധ മത്തായി 5:38 മുതൽ 48 വരെ. യേശു അരുളി ചെയ്തു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. നിന്റെ വലത്തെ ചവിട്ടിൽ അടിക്കുന്നവന് ഇടത്തേതും കൂടെ കാണിച്ചു കൊടുക്കുക. നിന്നുടെ ചണ്ട കൂടി നിന്റെ കുപ്പായം എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നിന്റെ പുറം കുപ്പായം കൂടി വിട്ടുകൊടുക്കുക. 1 നാഴിക ദൂരം പോകുവാൻ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 നാഴിക പോകുക. നിന്നോട് യാചിക്കുന്നവനെ കൊടുക്കുക. നിന്നോട് വായ്പ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ വിദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ ശിഷ്യന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേൽ നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായി തീരും. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് സവിശേഷത? ചുങ്കക്കാരും ഇങ്ങനെ ചെയ്യുന്നില്ലേ? നിങ്ങളുടെ സഹോദരന്മാരോട് മാത്രം ആശംസ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തു മേന്മ? വിജാതീയരും ഇങ്ങനെ ചെയ്യുന്നില്ലേ? ആകയാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും. സന്ധ്യയ്ക്ക് വായിക്കേണ്ടിയിരുന്ന വേദഭാഗം അതും കൂടി ചേർത്ത് വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സസ് 21 to 28. മത്തായി 16:21 മുതൽ. താൻ യെരൂശലേമിലേക്ക് പോകുമെന്നും ജനപ്രമാണിമാരും പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതരും ചേർന്ന് തന്നെ വളരെ പീഡിപ്പിക്കുമെന്നും കൊല്ലുമെന്നും 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുമുള്ളത് യേശു അപ്പോൾ മുതൽ ശിഷ്യന്മാരോട് വ്യക്തമാക്കുവാൻ തുടങ്ങി. ഈ പാവനെ മാറ്റി നിർത്തി, കർത്താവേ, ഇത് നിനക്ക് ഭവിക്കരുത് എന്ന് തടസ്സം പറയുവാൻ തുടങ്ങി. അവൻ തിരിഞ്ഞ് കീപ്പായോട്, സാത്താനെ, നീ പിന്നിലേക്ക് പോവുക, നീ എനിക്ക് പ്രതിബന്ധമാകുന്നു. നിന്റെ ചിന്താഗതി ദൈവികമല്ല, മാനുഷികമത്രേ എന്നരുളി ചെയ്തു. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഒരുവൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? അവൻ സ്വന്തം ആത്മാവിന് പകരം എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാഖമാരോടുകൂടെ പിതാവിൻ്റെ മഹത്വത്തിൽ വരും. അപ്പോൾ ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്കനുസരണം അവൻ പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുന്നതോളം മരണം ആസ്വദിക്കാത്തവരോട് നിൽക്കുന്നവരുണ്ടെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ഇന്നാണ് വലിയ നോമ്പിലെ 2-ാം വെള്ളിയാഴ്ച സന്ധ്യയ്ക്കും പ്രഭാതത്തിലും വായിക്കേണ്ട വേദഭാഗങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ടുള്ളത് വായിച്ചു കഴിഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ വേദവായനക്കുറിപ്പനുസരിച്ച് നോമ്പിൽ 2-ാം വാരത്തിൽ വെള്ളിയാഴ്ച ധ്യാനിച്ച ധ്യാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രമിയോൻ ശതറാളിലൂടെ അവിടെ ധ്യാനം നമ്മൾ ശ്രദ്ധിച്ചു. ഈ വേദഭാഗം വായിച്ചുള്ളവർ എന്തെല്ലാം പ്രാർത്ഥിച്ചു, എന്തെല്ലാം ധ്യാനിച്ചു, എന്തെല്ലാം അവർ അനുഭവിച്ചു. നമുക്ക് അത് നേടി അവരെത്തിയെടുത്ത് നമുക്ക് എത്തണം. ആ ലാഭോടുകൂടെ നോമ്പിന് 2 വാരം നമുക്ക് എന്തെല്ലാം പ്രയോജനം ചെയ്തു, എന്തെല്ലാം പരാജയങ്ങൾ സംഭവിച്ചു. ഇനിയുള്ള ദിവസങ്ങളിലെ നാളെയും നാളെ കഴിഞ്ഞുള്ള വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം ഉണ്ടാവും. തിങ്കൾ മുതൽ വെള്ളി വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന അനുഭവത്തിൽ നമ്മൾ ഒരുങ്ങുകയായിരുന്നു. നമ്മുടെ കുർബാന അനുഭവം പൂർണ്ണ
പ്രതിഫലം നൽകുന്നതാകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. കുർബാന അനുഭവം നമ്മൾ മാമോദിസയുടെ അന്ന് തുടങ്ങിയതാണ്. പക്ഷെ അതിന് 100% പ്രയോജനപ്പെടുത്തുകയാണോ നമ്മൾ? വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർ പല വിധത്തിലാണ് അനുഭവങ്ങൾ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാമോദിസയുടെ അന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് അതിൻ്റെ അനുഗ്രഹം അന്ന് തന്നെ നഷ്ടപ്പെട്ടവരുണ്ടാകാം. എനിക്കൊരു പൈതലിൻ്റെ കാര്യം അറിയാം. ജനിച്ചിട്ട് 30ാമത്തെ ദിവസമാണ് ആ പൈതലിനെ മാമോദിസയ്ക്ക് കൊണ്ടുപോയത്. അപ്പോൾ അമ്മയ്ക്ക് കൂടെ പോകാനത്തില്ല. അമ്മ വീട്ടിൽ കിടക്കുക. അപ്പം വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട്, അന്നത്തെ പിടിവാശി കൊണ്ട് അമ്മ ഇല്ലേലും വേണ്ടില്ല, ഈ കൊച്ചിന് 30ാം ദിവസം തന്നെ സ്നാനം കൊടുക്കണം. അതിന് ചില കക്ഷി വഴക്കുകളോ ഏതോ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറേ കുടുംബ വഴക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി കുഞ്ഞിനെ മാമോദിസ മുക്കാൻ കൊണ്ടുചെന്നു. മാമോദിസ മുക്കി. സ്വന്തം തള്ള കൂടെ ഇല്ല. മാമോദിസയ്ക്ക് കുർബാന കൊടുത്തു. നൂറാനും പുരട്ടി പ്രാർത്ഥിച്ചു. പിശാചിനെ ഇറക്കി വിട്ടു. പക്ഷെ കൊച്ചാൻ കരച്ചിൽ തുടങ്ങി. കീറി കരയുക. യാതൊരു സ്വസ്ഥതയില്ലാതെ കരയുക. അപ്പോൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ തള്ള കൂടെ ഇല്ല. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന ആരോ ബന്ധുക്കളുണ്ട്. അപ്പോൾ വേറൊരു അതേ കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള മാമോദിസ കഴിഞ്ഞ വേറൊരു പൈതലിനെയും കൊണ്ട് വേറൊരു അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ പള്ളിയിൽ. അപ്പോൾ അമ്മയില്ല. അമ്മയെ കൂടാതെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഞ്ഞ് കരയുന്ന കണ്ടപ്പോൾ അവർ കണ്ടുപിടിച്ച വിദ്യ, ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുന്ന തള്ളയുടെ പാല് ഇതിനും കൂടെ കൊടുത്താൽ കൊച്ചിൻ്റെ കരച്ചിൽ തീരുമല്ലോ എന്ന് വിചാരിച്ച് ആ വേറൊരു തള്ളയുടെ പാല് ഈ കൊച്ചിന് കൊടുക്കാൻ ആഗ്രഹിച്ചു, പറഞ്ഞു. ആ തള്ള വളരെ സന്തോഷത്തോടെ കൊടുക്കുകയും ചെയ്തു. പക്ഷെ സംഭവിച്ച കാര്യം എന്താണ്? ആ തള്ള ദുരാത്മ ബാധയുള്ള ഒരാളായിരുന്നു. പിശാചിന്റെ ബന്ധനവും ബാധയും ഉണ്ടായിരുന്ന ഒരു തള്ളയായിരുന്നു. പക്ഷെ അത് ഈ കുഞ്ഞിനെ കൊണ്ട് എന്നവർക്ക് മനസ്സിലായില്ല. കൊച്ചിന് പാല് കൊടുത്താൽ മതിയല്ലോ, കൊച്ചിന്റെ കരച്ചിലൊക്കെ തിന്നു. പക്ഷെ ആ കരച്ചിൽ നിന്ന് ആ പാലുകുടിയിലൂടെ മാമോദിസയിൽ കൂടെ കിട്ടിയ ചില അനുഗ്രഹങ്ങൾ ചോർന്നു പോകാനിടയായി. ചില ദുരാത്മാവിന് ഈ കുഞ്ഞിന്റെ മേൽ അവകാശം വന്നു. ആ കുഞ്ഞിന് മാമോദിസയിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിക്കാനൊക്കാത്ത തരത്തിൽ പിശാചിന്റെ ആക്രമണങ്ങൾ ഉണ്ടായതാണ്. ആ കൊച്ചു കുർബാന അനുഭവിച്ചെങ്കിലും ആ കുർബാനയുടെ അനുഭവം പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തിൽ തിന്മയ്ക്ക് അവകാശം വരുന്നു ആ കുഞ്ഞിന്. അശുദ്ധ ആത്മാക്കൾക്ക് അവകാശമുള്ള ഒരു തള്ളയുടെ പാല് കുടിച്ചപ്പോൾ ആ തള്ളയിൽ കൂടെ, ആ പാലിലൂടെ ആ കുഞ്ഞിലേക്ക് ചില അശുദ്ധികളും ബന്ധനങ്ങളും വന്നു എന്നാണ് പിൽക്കാലത്ത് ദൈവാത്മാവുള്ള പ്രവാചകന്മാർ കിട്ടിയ വെളിപ്പാട്. അപ്പോൾ മാമോദിസയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ, മാമോദിസ വിശുദ്ധമാണ്. യേശുവിൻ്റെ മരണത്തിൽ ഉയർപ്പിൽ നിന്ന് നമുക്ക് പങ്കാളിത്തം ലഭിക്കുന്നതാണ്. ഒത്തിരി അനുഗ്രഹങ്ങളുള്ളതാണ്. വീണ്ടും ജനത്തെ അനുഭവം ദൈവരാജ്യം കാണാനും പ്രവേശിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പക്ഷെ തിന്മയുടെ അവകാശം ഒരു വശത്തെ ഇറക്കി വിട്ടപ്പോൾ വേറെ വശത്തോട് കയറി വരുന്നു. പിശാചിനെ ഇറക്കി വിട്ടിട്ടാണ് ഈ കുഞ്ഞിനെ യേശുവിനെ സമർപ്പിച്ചത്. മാമോദിസയിലും പരിശുദ്ധാത്മാവിനും മുദ്രയിട്ടു. കുർബാന അനുഭവിച്ചു. മോറോന്റെ മുദ്രയും കിട്ടി. പക്ഷെ കുർബാന അനുഭവിച്ച ഉടനെ കരച്ചിൽ നിർത്താൻ വേണ്ടി അവർ കണ്ടെത്തിയ വിദ്യ ആ കൊച്ചിന് വേറെ തള്ളയുടെ പാല് കൊടുക്കാൻ ചിന്തിച്ച് ദൈവത്തോട് ചോദിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടല്ല. അന്നത്തെ പുരോഹിതനോ അന്ന് തലതൊട്ടവരോ ആ കൊച്ചിനെ കൊണ്ടുവന്നവർക്ക് ആ പരിജ്ഞാനമില്ലായിരുന്നു. ഈ തള്ളയുടെ പാല് കുടിച്ചാൽ ഈ കൊച്ചിന് വല്ല കുഴപ്പം പറ്റുമോ? അതൊന്നും അവർ ചിന്തിച്ചില്ല. തൽക്കാലത്തേക്കുള്ള ശമനത്തിന് വേണ്ടി അവർ ചെയ്തൊരു പണിയാണ്. പക്ഷെ എന്തു സംഭവിച്ചു? മാമോദിസയിൽ കൂടി കിട്ടിയ അനുഗ്രഹങ്ങൾ ബ്ലോക്കായിപ്പോയി. മുദ്ര അവിടെ ഇരിപ്പുണ്ട്. വീണ്ടും ജനത്തിൻ്റെ അനുഭവം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വളരുന്നില്ല. ആ കുർബാന അനുഭവത്തിൻ്റെ അനുഭവം പ്രയോജനപ്പെടാൻ സാധിക്കാതെ വണ്ണം ഉള്ളിൽ കർത്താവുണ്ട്. കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ ഉള്ളിലുണ്ട്. മൂടോൻ പരട്ടിയ അഭിഷേകത്തിൻ്റെ മുദ്രയുണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം ബ്ലോക്ക് ചെയ്യാത്ത തരത്തിൽ ഇറങ്ങിപ്പോയ പിശാചിനെ തിരികെ കയറാൻ ആ കൊച്ചിന് കൊടുത്ത ആ പാല് കൊടുത്ത തള്ള, ആ തള്ളയുടെ അശുദ്ധി അതിൻ്റെ ബന്ധനം പൂരിച്ചു. പരിജ്ഞാനക്കുറവുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. മാമോദിസ ഏൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 40 ദിവസത്തേക്ക് പ്രത്യേക സംരക്ഷണം നൽകണം. മാമോദിസ ഏറ്റ കുഞ്ഞിൻ്റെ ആ അനുഭവം വളർത്തിയെടുക്കാൻ വേണ്ടി തലതൊട്ട് ഒരു 40 ദിവസം ഉപവാസം എടുക്കണം.